ഇസ്രായേൽ രാജാവായ ആഹാബിനെ വിവാഹം കഴിച്ച ശക്തിയും ദുഷ്ടതയും നിറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു ഈസബെൽ രാജ്ഞി. അവൾ ജനതയെ വിഗ്രഹാരാധനയിലേക്കും ബാലിനെ ആരാധിക്കുന്നതിലേക്കും കർത്താവിന്റെ പ്രവാചകന്മാരെ വധിക്കുന്നതിലേക്കും നയിച്ചു. അഹങ്കാരം നിറഞ്ഞ ഹൃദയത്തോടെയും രക്തം പുരണ്ട കൈകളോടെയും ദൈവഭയമില്ലാതെ അവൾ ഭരിച്ചു, എതിർക്കുന്ന ആരെയും നിശബ്ദരാക്കി. എന്നാൽ ദൈവം അവളുടെ തിന്മയെ വെല്ലുവിളിച്ച അഗ്നിപ്രവാചകനായ ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചു. ഈസബെൽ കോപാകുലയായി അവനെ കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്തു. പക്ഷേ ദൈവത്തിന്റെ കൈയാൽ സംരക്ഷിക്കപ്പെട്ട ഏലിയാവ് രക്ഷപ്പെട്ടു. എന്നിട്ടും ഈസബെലിന്റെ ക്രൂരത വളർന്നു. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം മോഷ്ടിക്കാൻ വേണ്ടി അവൾ നിരപരാധിയായ നാബോത്തിനെ കള്ളക്കേസിൽ കുടുക്കി കൊലപ്പെടുത്തി. ഇതിനായി ദൈവം ഏലിയാവിലൂടെ ന്യായവിധി പ്രഖ്യാപിച്ചു. ഈസബെൽ മരിക്കും, നായ്ക്കൾ അവളുടെ ശരീരം തിന്നും, ബഹുമാനമില്ലാതെ. ശവസംസ്കാരമില്ലാതെ വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ദൈവത്തിന്റെ വാക്ക് പരാജയപ്പെട്ടില്ല. ദൈവിക നിയമനത്താൽ യേഹൂ രാജാവായപ്പോൾ അവൻ ഇസ്രായേലിലേക്ക് കയറി. അഹങ്കാരിയായ ഈസേബെൽ കണ്ണുകൾ വരച്ച് ജനാലയിലൂടെ നോക്കി അവനെ പരിഹസിച്ചു. എന്നാൽ യേഹൂ തന്റെ ദാസന്മാരെ വിളിച്ചു. അവർ അവളെ താഴെയിട്ടു. അവളുടെ രക്തം ചുവരുകളിൽ തെറിച്ചു, കുതിരകൾ അവളെ ചവിട്ടിമെതിച്ചു. പിന്നീട് അവർ അവളെ അടക്കം ചെയ്യാൻ പോയപ്പോൾ അവരുടെ തലയോട്ടിയും കാലുകളും കൈകളും മാത്രമാണ് അവർ കണ്ടത്. ബാക്കിയുള്ളത് നായ്ക്കൾ തിന്നുകളഞ്ഞു. അങ്ങനെ തിന്മയുടെ രാജ്ഞിയായ ഈസേബെൽ അവസാനിച്ചു. അവളുടെ പേര് ഒരു ശാപമായി, അവളുടെ പാരമ്പര്യം ഒരു മുന്നറിയിപ്പായി മാറി. ഒരു സിംഹാസനത്തിനും ഒരു ശക്തിക്കും ദൈവത്തിന്റെ ന്യായവിധിയെ ചെറുക്കാൻ കഴിയില്ല.